അപ്പോൾ ഒരേ സമയം മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്നിട്ടുള്ള അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്ട്രഗിള്, അത് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു പുരോഗതി അറബി ഭാഷയ്ക്ക് കൈവരിച്ചില്ല. അപ്പം പുതുതലമുറ അവർക്ക് അറബി ഭാഷാ പഠനത്തോട് അതിൻ്റെ രീതികളോടൊക്കെ അറിയാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവും. അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? യാത്രയിൽ അദ്ദേഹവുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു അറബി നോവലിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ പരാമർശിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല അറബിയിൽ നോവലൊക്കെ ഉണ്ടോ? അതിൽ ഷോർട്ട് സ്റ്റോറിയും ഫിക്ഷനൊക്കെ ഉണ്ടോ അറബിയിൽ ഡ്രാമ ഒക്കെ ഉണ്ടോ? അറബിയിൽ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം മാത്രമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കേണ്ടത്. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ച പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡിലൂടെയായി നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളിലൂടെയാണ് കടന്നുപോയത്. സ്വാഭാവികമായും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അറബി ഭാഷയുടെ തുടക്കവും അത് വന്ന നാൾ വഴിയും നമ്മൾ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറബി ഭാഷയുടെ ചില ബൈ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ അറബി ഭാഷ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതിനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൃതികൾ ഈ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ദർസ് സംവിധാനത്തിലൂടെ പോയിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി മദ്രസ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് അത് അക്കാഡമിക് രൂപത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ആദ്യം കേരളത്തിൽ നമുക്ക് അറിയാമല്ലോ, BA ഒരു ബിരുദം പലയിടത്തും ഉണ്ടായിരുന്നെങ്കിലും നമ്മളെ ആളുകൾ പലരും ഇപ്പോൾ തലശ്ശേരിയൊക്കെ ഉള്ള ആളുകളൊക്കെ BA ഒക്കെ പഠിക്കാൻ പോയിരുന്നത് 1916 കാലഘട്ടത്തിലൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. നമ്മളെ കേരളത്തിൽ BA ഒക്കെ ഉള്ള അങ്ങനെയുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു. അപ്പോൾ സ്കൂളുകളിലൂടെയാണ് സ്കൂളുകൾ വളർന്ന് അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഒഴുക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അതിൻ്റെ ഉയർന്ന രൂപം സ്കൂളുകളിലാണ് സാർവത്രികമായ വിദ്യാഭ്യാസം. അതിൻ്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായിരുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് വളരെ 1% പോലും കുട്ടികൾ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്കൂളുകളിൽ പോയിരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം രാഷ്ട്രീയ നേതാക്കളുടെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ഒക്കെ ഒരു ചോദ്യചിഹ്നമായി അവരുടെ മുന്നിൽ മുസ്ലിം സമുദായത്തിന് എങ്ങനെ സ്കൂളുകളിൽ എത്തിക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അതിൽ ബ്രിട്ടീഷുകാരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അടങ്ങിയിട്ടുള്ള ബിഷപ്പുമാരൊക്കെ അടങ്ങിയിട്ടുള്ള കമ്മിറ്റികൾ വന്നു. അവർ കമ്മീഷൻ വെച്ചു. അത് മുസ്ലിം പണ്ഡിതന്മാരുമായി നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി, പൊതുജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ അവർക്ക് ഇന്ന് മനസ്സിലായൊരു സംഗതി, ഖുർആൻ പഠിക്കാൻ അവർക്ക് നിലവിൽ പുറത്ത് സംവിധാനങ്ങളുണ്ട്, അവർക്കിപ്പോൾ അത് മതി. ഇനി സ്കൂളിലേക്ക് വരണമെങ്കിൽ അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ സ്കൂളിലേക്കും വരും. അങ്ങനെ തുടക്കത്തിൽ ഖുർആൻ ടീച്ചേഴ്സിനെ അവിടെ വെച്ചു. അത് മലബാറിലൊക്കെ 1904 ഓത്തുപള്ളികളോട് ചേർന്ന് അങ്ങനെയുള്ള ഓത്തുപള്ളികളോട് ചേർന്ന് സ്കൂളുകൾ ആരംഭിച്ച് 1904 തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1911-12 ആകുമ്പോഴേക്കും തിരുവിതാംകൂറിലും അത് തുടങ്ങിയാണിത്. ആദ്യത്തിൽ ഖുർആൻ ടീച്ചേഴ്സിനെ വെച്ചു. പിന്നെ അവർ അറബി പണ്ഡിറ്റ്, അപ്പോൾ ഖുർആൻ ടീച്ചേഴ്സ് ഖുർആൻ ഓതി കൊടുക്കുക എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ ഒന്നും കൂടി ഉയർന്ന യോഗ്യതയുള്ള ആളുകളെ അറബി പണ്ഡിറ്റുകൾ ആയിട്ട് പിന്നീട് അറബി മുൻഷി എന്നുള്ള പേര് വന്ന അവസാനത്തിലാണ് അറബിക് ടീച്ചേഴ്സ് എന്നുള്ള അവസ്ഥ വന്നത്. അപ്പോൾ തിരുവിതാംകൂറിലും 1914 കൂടിയൊക്കെ അതിൻ്റെ അധ്യാപക നിയമനങ്ങളൊക്കെ വന്നു. തിരുക്കൊച്ചിയിലും ഏതാണ്ട് അതേ സമയത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊച്ചി, അന്ന് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ഇങ്ങനെയാണ് നമ്മൾ കേരളം ഉണ്ടായിരുന്നത്. തിരുക്കൊച്ചി നിയമസഭയിൽ സീതി സാഹിബിൻ്റെ പിതാവ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന് ശേഷം മകൻ KM സീതി സാഹിബൊക്കെ നിരവധി അസംബ്ലികളിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ CLCയിൽ നിരവധി അതിൻ്റെ സെഷനുകളിൽ ഈ അറബി പഠനത്തിന് വേണ്ടി
സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടും പിന്നെ അറബി അധ്യാപകരെ നിയമിച്ചതിന് ശേഷം അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചതായിട്ടും പിന്നീട് ചെറിയ പ്രൈമറി സ്കൂളുകളും തുടങ്ങി ഹൈസ്കൂളുകളിൽ അറബി അധ്യാപകരെ ഒക്കെ അതിൻ്റെ തുടക്കമായിട്ട് എറണാകുളം ഹൈസ്കൂളിലും ഇരിങ്ങാലക്കുട ഹൈസ്കൂളിലുമൊക്കെ പിന്നീട് വടക്കാഞ്ചേരി ഹൈസ്കൂളിലൊക്കെ അറബി അധ്യാപകരെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു. പിന്നെ അതേപോലെ അതേ സമയത്ത് തന്നെ 1911 കാലഘട്ടത്തിൽ ശ്രീമൂലം പ്രജാസഭയിൽ തിരുവനന്തപുരം തിരുവിതാംകൂറിൽ ഷെയ്ഖ് മുഹമ്മദ് മാഹിൻ ഹമദാനി തങ്ങളെ പോലെയുള്ള ആളുകൾ അവിടെയും അറബി ഭാഷ പഠന സ്കൂളുകളിൽ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം വന്നു. അങ്ങനെ സ്കൂളുകളിൽ തുടങ്ങിയതിൻ്റെ തുടർച്ചയായി പിന്നെ ആ കുട്ടികൾ കോളേജുകളിലേക്ക് എത്തണമല്ലോ. അങ്ങനെയാണ് കോളേജുകളിലേക്ക് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കോളേജുകളിൽ വ്യവസ്ഥാപിതമായി വന്നപ്പോഴേക്കും ഏതാണ്ട് 1940കളിലായി. ആദ്യമായിട്ട് കോളേജുകളിൽ ഇത് വരുന്നത് 1940കളിലാണ് വ്യവസ്ഥാപിതമായ അറബി പഠനം കോളേജുകളിൽ വരുന്നത്. അത് ആദ്യം തുടങ്ങിയ 3 ഗവൺമെൻറ് കോളേജുകളാണ്. ഒന്ന് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ്, അവിടുത്തെ ആദ്യ അധ്യാപകൻ PN നൂറുദ്ദീൻ എന്ന് പറയുന്നൊരു എഴുത്തുകാരനായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ നേരത്തെ അറബി ഗവേഷണം നടത്തിയ പദങ്ങളെ പറ്റിയൊക്കെ ഗവേഷണം നടത്തിയാണ് PM അബ്ദുറഹ്മാൻ ഫലക്കി അവിടെ അധ്യാപകനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ പിന്നെ ആദ്യമായിട്ട് EK മൗലവി, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുന്നണി നായകനായിരുന്ന ഇല്ലത്തുങ്കണ്ടി കുഞ്ഞഹമ്മദ് മൗലവി എന്ന് പറയുന്ന EK മൗലവി അവിടെ അധ്യാപകനായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം ഗവൺമെൻറ് അംഗീകരിച്ചു, സിലബസിൽ വന്നു. ആ പുസ്തകമൊക്കെ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഏകദേശം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കോളേജിലും അറബി 2ാം ഭാഷയായിട്ട് അറബി പഠനം അവിടെ ആരംഭിക്കുന്നത്. പിന്നീട് 1967 CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെയൊക്കെ BA അറബിക്ക് എന്ന് പറയുന്ന അറബിയിലുള്ള ബിരുദ കോഴ്സുകൾ തുടങ്ങി. അപ്പോൾ ഒരു പ്രോസസ്സ് എത്രമാത്രം നിരന്തരമായ അതിൻ്റെ പരിശ്രമങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറ ഏറ്റെടുത്ത് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ് രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ KN സീതി സാഹിബ് അത് ഏറ്റെടുക്കുന്നു. വക്കമൗലവി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന് ശേഷം PS മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് മാഹിൻ ഹമദാനി തങ്ങൾ വരുന്നു. അതിനുശേഷം പിന്നീടുള്ള നവോത്ഥാന നായകന്മാർ അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഒരേ സമയം മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്നിട്ടുള്ള അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്ട്രഗിള്, അത് പതിറ്റാണ്ടുകൾ നിൽക്കുന്ന ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു പുരോഗതി അറബി ഭാഷയ്ക്ക് കൈവരിച്ചുള്ളത്. പിൽക്കാലത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം CH മുഹമ്മദ് കോയ സാഹിബാണ്. അറബി ഭാഷയെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിട്ടാണ് അറബി ഭാഷ അധ്യാപകരെ ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ തയ്യലും മറ്റൊക്കെ പഠിപ്പിക്കുന്ന പോലെയല്ലേ. പക്ഷെ അത് ഭാഷാധ്യാപകരായിട്ട് അവർക്ക് ഫുൾ മറ്റു ഭാഷകൾക്കൊക്കെ ഉള്ള പോലെ പരിഗണനയും ആദരവും ഒക്കെ ലഭിക്കുന്നത് CHൻ്റെ കാലത്താണ്. അതോടുകൂടിയാണ് അറബി ഭാഷ സ്കൂളുകളിൽ വ്യാപകമായത്. കോളേജുകളിലും അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ വന്നത്, യൂണിവേഴ്സിറ്റികളിലൊക്കെ വകുപ്പുകൾ വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനുവേണ്ടി ഏറ്റവും അധ്വാനിച്ചിട്ടുള്ള ഒരു ഇസ്ലാഹി പണ്ഡിതനാണ് കരുവള്ളി മുഹമ്മദ് മൗലവി. ഒരു നൂറ്റാണ്ടിലധികം കേരളീയ സമൂഹത്തിൽ അറബി ഭാഷയ്ക്ക് വേണ്ടി പരിശ്രമിച്ചൊരു പണ്ഡിതനാണ് കരുവള്ളി മുഹമ്മദ് മൗലവി. അപ്പോൾ ആദ്യത്തെ മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ അദ്ദേഹമായിരുന്നു. ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം മുഹമ്മദൻ സ്കൂൾ ഇൻസ്പെക്ടർ എന്നുള്ളതായിരുന്നു. പിന്നെ കുറേ കാലം 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ 1905 കാലഘട്ടം മുതൽക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം മുഹമ്മദൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതിനുശേഷം ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എഡ്യൂക്കേഷൻ എന്ന തസ്തിക വരുന്നു. പിന്നെ അത് എല്ലാ ജില്ലകൾക്കും ഓരോ ചാർജുള്ള IMEമാർ വരുന്നു. പിന്നെ വുമൻ ഇൻസ്പെക്ടർ ഫോർ മുസ്ലിം ഗേൾസ് എഡ്യൂക്കേഷൻ എന്നുള്ള സംവിധാനം വരുന്നു. ഇവരൊക്കെ അറബി ഭാഷയുടെ പഠനത്തിൻ്റെ അക്കാദമിക വിലയിരുത്തലിന് വേണ്ടി, മേൽനോട്ടത്തിന് വേണ്ടി നിയമിക്കപ്പെടുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ശാസ്ത്രീയമായ വ്യവസ്ഥാപിതമായ രൂപത്തിലേക്ക് അറബി ഭാഷ വന്നു എന്ന് ചുരുക്കി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 3 തുടങ്ങി CHൻ്റെ കാലത്ത് ആണ് ഇത്രയും വ്യവസ്ഥാപിതമായ രീതിയിൽ ആയി എന്നാണ് പറഞ്ഞത്. അതെ, വ്യാപകമായതാണ്. യെസ്. അറബി കൃതികളെക്കുറിച്ചൊന്ന് പറയാമോ? അറബി കൃതികൾ അറബി ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈനുദ്ദീൻ മഖ്ദൂം മുതൽക്ക് തന്നെ അറബിയിലെ ഗ്രന്ഥരചനകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അറബിയിൽ തഫ്സീറുകൾ ധർമ്മടത്തുകാരൻ ആയൊരു പണ്ഡിതന് അറബിയിൽ തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഈ അറബി കൃതികളൊക്കെ പിന്നീട് ഭാഷാന്തരം ചെയ്യപ്പെട്ടപ്പോഴാണ്
ഇതിന് പുറം ലോകത്ത് അറിയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഷെയ്ഖ് സൈനുദ്ദീൻ മഹദൂമിൻ്റെ തുഫത്തുൽ മുജാഹിദീനൊക്കെ നൈനാരുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നപ്പോഴാണ് അത് ലോകം അതറിഞ്ഞു തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ പള്ളി ദർസുകളിൽ പോലും ആ പുസ്തകം ഒരു പാഠപുസ്തകമായിരുന്നില്ല. അപ്പോൾ വിവർത്തനം എന്ന ഒരു പ്രക്രിയയും ഒരു വിപ്ലവവുമാണ് യഥാർത്ഥത്തിൽ കേരളീയ അറബി കൃതികളെപ്പോലും പുറത്തേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഭാഷ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടറെ നമ്മൾ അതിൻ്റെ നിഘണ്ടു ഡിക്ഷണറിക്ക് ഭയങ്കര പ്രാധാന്യമാണല്ലോ. ഏതൊരു ഭാഷ പഠിക്കുകയാണെങ്കിലും അറബി ഭാഷ നിഘണ്ടുവിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? അറബി മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നിഘണ്ടുവിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നാമത് അറബി ലോകത്തുള്ള ചെടികൾ, മൃഗങ്ങൾ, പ്രാണികൾ, അവിടെ മാത്രമുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് ഭാഷാരംഗത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അറബിയിൽ നിഘണ്ടുകൾ വരാൻ ഒരുപാട്, എല്ലാത്തിനും ഒരു ഭാഷാപരമായ വളർച്ചയുടെ ഒരു ഘട്ടം. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം വളർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് നിഘണ്ടുകൾ വരുന്നത്. അതിൽ ഇന്നും പ്രസിദ്ധീകരിക്കപ്പെടാത്തൊരു നിഘണ്ടുവാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ PP ഉണ്ണി മൊയ്തീൻകുട്ടി മൗലവി, പുളിക്കൽ അറബി കോളേജിലെ അധ്യാപകനും കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജനുണ്ടായിരുന്നു PP ഉബൈദുള്ള മൗലവി. അദ്ദേഹം വലിയ ആയിരക്കണക്കിന് പേജുകളുള്ള ഒരു ത്രിഭാഷാ നിഘണ്ടു, അറബിയും മലയാളമൊക്കെ ഉൾക്കൊണ്ട ഒരു നിഘണ്ടു അദ്ദേഹം തയ്യാറാക്കിയിട്ട് ഇന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. അന്ന് അത് അച്ചടിയുടെ പരിമിതികളാണ്. കാരണം അച്ചുകൾ, അറബി മലയാളമൊക്കെയുള്ള അച്ചുകൾ ഒരു കാലത്ത് ലഭ്യമല്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നീട് അതിന് ശേഷം നമുക്ക് ഇന്നും അവലംബിക്കുന്ന ഒരു ആദ്യത്തെ ഡിക്ഷണറി എന്ന് നമുക്ക് പറയാൻ കഴിയുക, ഒരു കുറച്ചും കൂടി വിപുലമായ ഒരു ഡിക്ഷണറി റൗദത്തുൽ ഉലൂം അറബി കോളേജിലെ അധ്യാപകനും അതേപോലെ അറബി കവിയുമൊക്കെ ആയിരുന്ന അബു സ്വലാഹ് മൗലവിയുടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർ V മുഹമ്മദ് സാഹിബൊക്കെ രചിച്ചിട്ടുള്ള അൽമൻഹൽ ഡിക്ഷണറിയാണ്. അതേപോലെ ഹക്കീം PB കുഞ്ഞാമൂലയുടെ അൽഫറായിദ് ഡിക്ഷണറി. അൽഫറായിദ് ഡിക്ഷണറിയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അറബിയിൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അറബി പദങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗം അദ്ദേഹം അതിൽ ഒരു ഗവേഷണാത്മകമായിട്ട് തന്നെ അദ്ദേഹം പ്രതിപാദിക്കുന്നതായിട്ട് കാണാം. പിന്നെ റിവേഴ്സ് ഡിക്ഷണറി വന്നു. പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ അറബി വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാമൂസ് പോലെയുള്ള സംവിധാനങ്ങൾ വന്നു. പിന്നെ റാപ്പിഡെക്സുകൾ, അങ്ങനെയുള്ള ഈ ക്ലാസിഫൈഡ് വൊക്കാബുലറി ഇതൊക്കെ വന്നു. അതൊക്കെ ഈ അടുത്ത കാലത്താണ് അതൊരു നിഘണ്ടു ശാഖ ഒരു വികാസത്തിലേക്ക് വരുന്നത് ഈ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലാക്കാം. അറബി ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ ഡിക്ഷണറിയുടെ പ്രാധാന്യം പറഞ്ഞ കൂട്ടത്തിൽ നമ്മളിപ്പം അറബി സാഹിത്യത്തിന് വേറെ പ്രാധാന്യം ഉണ്ടല്ലോ. അതെ അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാം. അറബി സാഹിത്യം എന്നോട് പറയാൻ ഏറ്റവും നല്ലത്, ഡയറ്റിലെ ഒരു പ്രൊഫസർ എന്നോട് ചോദിച്ചു. ഞാൻ യാത്രയിൽ അദ്ദേഹവുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു അറബി നോവലിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ പരാമർശിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല അറബിയിൽ നോവലൊക്കെ ഉണ്ടോ? അതിൽ ഷോർട്ട് സ്റ്റോറിയും ഫിക്ഷനൊക്കെ ഉണ്ടോ അറബിയിൽ ഡ്രാമ ഒക്കെ ഉണ്ടോ? അറബിയിൽ ഖുറാൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം മാത്രമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇന്ന് അറബി സാഹിത്യം മതപരമായിട്ട് വളരെ വളർച്ചയുണ്ട്. വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ, ഗവേഷണ ഗ്രന്ഥങ്ങൾ ജ്ഞാനശാസ്ത്രത്തിലും എല്ലാ ഏരിയകളും തഫ്സീറിലും ഹദീസിലും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറെ എന്ന് പറയാവുന്ന രൂപത്തിൽ സാഹിത്യത്തിൻ്റെ എല്ലാ ശാഖകളിലും നമുക്ക് പുസ്തകങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ അനുരണനം ഇന്ന് നമുക്ക് മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അറബിയിലെ ഏറ്റവും പ്രസിദ്ധമായ സാഹിത്യകൃതികൾ ഇന്ന് നമുക്ക് മലയാളത്തിൽ വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഖലീൽ ജിബ്രാൻ്റെ ഒരു പുസ്തകം പോലും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാതെ ഇരുന്നിട്ടില്ല. അതേപോലെ അറിയപ്പെടുന്ന നജീബ് മഹ്ഫൂദ്, നൊബേൽ പ്രൈസ് സമ്മാനം കിട്ടിയ നജീബ് മഹ്ഫൂദിൻ്റെ കൃതികൾ നമുക്കിന്ന് മലയാളത്തിൽ വായിക്കാം. അതേപോലെ ഇല്യാസ് ഫറഹത്തിൻ്റെത്, ഇല്യാസ് ഹൂരിയുടെ എല്ലാ അറബി സാഹിത്യകാരന്മാരെയും ഇന്ന് മലയാളത്തിലേക്ക് വായിക്കാവുന്ന ഒരു പരുവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തിരിച്ചും നമുക്ക് തകഴിയുടെ ചെമ്മീൻ നമുക്ക് അറബിയിൽ വായിക്കാം. ഡോക്ടർ മൊഹിദ്ദീൻ ആലുവായിയാണ്
അത് അറബിയിലേക്ക്. അപ്പം കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ആലപ്പുഴയിലെ തീരദേശ സംസ്കൃതിയുമൊക്കെ നമുക്ക് അറബിയിൽ വായിക്കാൻ വേണ്ടി എൻ്റെ കോളേജിൽ അൻസാർ അറബിക് കോളേജിൽ ഈ ഡിസംബർ 4-5 തീയതികളിൽ ഒരു ദേശീയ സെമിനാർ നടത്തിയിരുന്നു. മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതികളെക്കുറിച്ചായിരുന്നു. എം ടിയുടെ നാലുകെട്ട്, എം ടിയുടെ കാലം, എം ടിയുടെ മഞ്ഞ്, ബി എം സുഹറയുടെ ഈ നിലാവ്, ബി എം സുഹറയുടെ ഇരുട്ട്, ബി എം സുഹറയുടെ മൊഴി തുടങ്ങിയിട്ട് കവിതകളാകട്ടെ, കഥകളാകട്ടെ, നോവലുകളാകട്ടെ, നൂറുകണക്കിന് കൃതികൾ ഇന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതെന്ന് കണക്കെടുക്കാൻ നമുക്കൊരു സെൻസസ് ഒരു കണക്കെടുക്കാൻ കഴിയാത്ത അത്ര വിപുലമായിട്ടാണ് ഉള്ളത്. എല്ലാ മേഖലകളിലും, വൈജ്ഞാനിക മേഖലകളിലും സാഹിത്യ മേഖലകളിലൊക്കെ അത്രമാത്രം ആയിരക്കണക്കിന് കൃതികൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കേരളീയ സംസ്കൃതിയെ, മലയാള ഭാഷയെ സമ്പന്നമാക്കുന്നതിൽ ഒരുപക്ഷെ ഇംഗ്ലീഷിനെ പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിനേക്കാൾ ഉപരിയായി സംഭാവന അറബി ഭാഷയും സാഹിത്യവും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അറബി ഭാഷ ഇത്രത്തോളം നമ്മളറിയാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പം പുതുതലമുറ അവർക്ക് അറബി ഭാഷാ പഠനത്തോട് അതിൻ്റെ രീതികളോടൊക്കെ അറിയാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവും. അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്? പുതുതലമുറയോട് പറയാനുള്ളത് ശരിയായ സ്റ്റാൻഡേർഡ് അറബിക്, മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്, ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ, വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ, അത് ഭാഷയ്ക്ക് 2 തലമാണ്. ഒന്ന് സാഹിത്യ തലം, ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന തലം. മറ്റത് അതിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റാണ്, പ്രയോഗതലം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു ആശുപത്രിയിൽ പോയാൽ അവിടുത്തെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ, പദങ്ങൾ, ഇങ്ങനെ ഓരോ മേഖലയിൽ, നമ്മൾ എയർപോർട്ടിൽ, ടൂറിസ്റ്റ് മേഖലയിൽ, ഇങ്ങനെ എല്ലാ കമ്പനികളിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ അത് പഠിച്ചു വെച്ചാൽ, ഇപ്പോൾ ഒരു കൊമേഴ്സ് ബിരുദധാരിയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ കൊമേഴ്സ് ഉണ്ട്, അവർ അറബിയും പഠിക്കുന്നുണ്ട് കുട്ടികൾ. അങ്ങനെ അറബി പഠിച്ച, അറബിയിൽ നല്ല മികവ് തെളിയിച്ച കൊമേഴ്സ് ബിരുദധാരികൾ വിദേശത്ത് പോകുമ്പോൾ അവർക്ക് ആ കൊമേഴ്സ് മേഖലയിൽ ശോഭിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഇന്ന് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, ഐക്യരാഷ്ട്രസഭയിലെ അംഗീകൃത 6 ഭാഷകളിൽ ഒന്നായിട്ടുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ വികസിച്ച് കൊണ്ടിരിക്കുന്ന IT മേഖലയിലും നമ്മുടെ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും പിന്നെ AI-യിലുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഭാഷകളിലൊന്നാണ് അറബി. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അതിൻ്റെ ഏറ്റവും പുതിയ ആധുനിക കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ യോജിച്ച തരത്തിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു ഭാഷ എന്ന് പറയുന്നത് ഉപയോഗം മാത്രമല്ല, നമ്മുടെ നിത്യജീവിതം മാത്രമല്ല, അതൊരു വലിയ സംസ്കാരമാണ്. ആ സംസ്കാരം ശരിക്കും ആർജിക്കുമ്പോഴാണ് ഭാഷയെ നമുക്ക് ശരിക്കും പുനരുൽപ്പാദിപ്പിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക. അതിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം, അതിൻ്റെ മതപരമായ പശ്ചാത്തലം, അതിൻ്റെ സാഹിത്യ പശ്ചാത്തലം കൂടി അറിയുക ആവശ്യം. അപ്പോൾ ഭാഷയും സാഹിത്യവും സംസ്കാരവും അതോടൊപ്പം ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ ഉപയോഗവും കൂടി സമ്മിശ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് ഭാഷ പഠിക്കുന്ന പുതുതലമുറയിൽപ്പെട്ടവരാണെങ്കിലും പഴയ തലമുറയിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരോടും നമുക്ക് പറയാൻ കഴിയുക അതാണ്. ബാറക്കല്ലാഹു ഫീക്ക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രത്തിലൂടെ വന്ന് പുതുതലമുറയോട് ഈ ഒരു ഭാഷ നമ്മളെ എത്രത്തോളം മുന്നോട്ടുള്ള യാത്രയിൽ എത്രത്തോളം സ്വാധീനിക്കാൻ ഉള്ള സാധ്യതകളെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഷാനവാസ് പറവണ്ണയായിരുന്നു. ജസാക്കല്ലാഹു ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും.